ഗുണ്ടാ സംഘമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത് തെളിയിക്കപ്പെടുകയാണ്. കാരണം ഒരു സമാധാന ചർച്ച നടന്നുകൊണ്ടിരിക്കെ, അതിൽ പ്രോഗ്രസ് ഉണ്ടായിക്കൊണ്ടിരിക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പരിഷ്കൃത സമൂഹത്തിന്, സിവിലിറ്റിയുള്ള ഒരു മനുഷ്യനും ഒരു സംസ്കാരത്തിന് ചേർന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനെന്താണ് അർത്ഥമുള്ളത്? ചർച്ച ചെയ്യാൻ മാത്രം അതിന് ഡിസേർവ്ഡ് ആയിട്ടുള്ള ആ ഒരു മൂല്യമുള്ള ഒരു വാല്യൂമാണല്ലോ ഒരു കൂട്ടരുമായിട്ട് ചർച്ച ചെയ്യണം. ഏതെങ്കിലും നൽകുന്നൊരു വാല്യൂ അവർക്ക് വേണം. അങ്ങനെ വാല്യൂ ഇല്ലാത്ത ഒരാളുമായിട്ട് ഞങ്ങൾ എന്തിന് ചർച്ച ചെയ്യണമെന്നാണ് ഇറാൻ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, തീർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, തീരാം. പക്ഷേ ഇതാ സഖത്തു സത്തസ്കുത്തുമായി, ഇഫ് ഐ സിങ്ക് യു വിൽ ഓൾസോ സിങ്ക് വിത്ത് മീ എന്നുള്ള ആ ഒരു സംഗതിയാണ് അവർ നടപ്പിലാക്കുന്നത്. അതിനാവശ്യമായുള്ള സംഗതികളാണ്. എന്തിനാണ് അവർ ഇപ്പം നമ്മൾ തുടക്കത്തിൽ കരുതി ഖത്തറിലേക്കും ദുബായിലൊക്കെ കുറച്ച് ഡ്രോണുകൾ വിട്ട് തീരുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വലിയ ഡാമേജുകൾ ഉണ്ടാക്കുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പിളാണ് അവർ നടപ്പിലാക്കുന്നത്. നിങ്ങളും മുങ്ങും, ഞങ്ങൾ മുങ്ങുകയാണ്, ഞങ്ങളെ മുക്കുകയാണ്, നിങ്ങൾ മുങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രഷർ ഈ GCC രാജ്യങ്ങൾക്ക് മേൽ ഉണ്ടാക്കുകയും അവരേതെങ്കിലും നിലക്ക് അവരുടെ ലിവറേജ് ഉപയോഗിച്ച് അമേരിക്കയും, ഇപ്പോൾ ദുബായിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ UAE കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ആക്രമണം നടക്കുന്നത്. എന്തുകൊണ്ടാണത്? ഇസ്രായേലുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആ മേഖലയിലെ രാജ്യമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലിവറേജ് ഉപയോഗിക്കൂ, ഈ ഭ്രാന്ത് അവസാനിപ്പിക്കൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭ്രാന്ത് എന്താണ് നോം ഓഫ് ദ ഡേ ആയി കഴിഞ്ഞാൽ, വേൾഡ് ഓർഡർ ആയി കഴിഞ്ഞുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും, അങ്ങനെയാണെങ്കിൽ യുദ്ധം ഉണ്ടാകുമായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ നമുക്ക് പല നിലക്ക് പറയാമെങ്കിലും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള ഫൗണ്ടേഷനായിട്ടുള്ള ഇഷ്യൂ അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അതെന്താണ്? ഇസ്രായേൽ പലസ്റ്റൈൻ. ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷണൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായി വരുന്നതിൻ്റെ അടിസ്ഥാനം അവിടെയാണ്. ആ ക്വസ്റ്റ്യൻ പരിഹരിക്കപ്പെടാതെ അതവിടെ നിലനിന്നുകൊണ്ട് ലോകത്ത് സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായുള്ള പാഠം.